ഇല്ലാത്തൊരു ജീവിതമല്ല വിജയകരമായ ക്രിസ്തീയ ജീവിതം. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ പാപത്തെ ജയിക്കുന്ന, ആത്മാവിൽ ജീവിക്കുന്ന, ലിവിങ് വിത്ത് ജോയ് ആൻഡ് പവർ. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണ മുഖാന്തരം പാപത്തിന്റെ മേൽ ജയമുള്ള, ആത്മാവിൽ ജീവിക്കുന്ന, സന്തോഷകരമായ, ശക്തമായിരിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം, അനുദിന ക്രിസ്തീയ അനുഭവത്തെയാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കുക രോഗമില്ലാത്തൊരു ജീവിതമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക കടഭാരങ്ങളെല്ലാം നീങ്ങിയ ഒരു ജീവിതമാണ്, അതുമല്ലെങ്കിൽ വേദനകളൊന്നുമില്ലാത്ത ജീവിതമാണ് എന്നാണ് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതം അതല്ല. വിജയകരമായി പാപത്തെ ഫലകരമായി മറികടന്നുകൊണ്ടുള്ള ഒരു ജീവിതം, ആത്മാവിനെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷവും ആത്മശക്തിയോടെയുമുള്ളതായ ജീവിതം. അത് നമുക്ക് സാധ്യമായി തീരുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് പോലുമല്ല, കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവ് പൂർത്തിയാക്കിയ തന്റെ ശുശ്രൂഷ മുഖാന്തരമായിട്ടാണ്. അതുകൊണ്ട് ഇന്ന് നാം ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ നോക്കിക്കാണാൻ. മറ്റെന്തെങ്കിലും ഒരു ധാരണ കൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്തതെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുകയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിജയകരം എന്ന് പറയുമ്പോൾ ഈ നിലയിലാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടുന്നത്. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമുക്ക് തിരുവചനത്തിലേക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് പ്രവേശിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ ഈ പഠനത്തിന്റെ പ്രധാനമായിട്ടും ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത് റോമാലേഖനത്തിന്റെ 6 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളാണ്. റോമാലേഖനം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളെ ആധാരമാക്കിയാണ് ഈ പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ഭാഗത്തു നിന്ന് മാത്രമാണ് എന്നല്ല, മറ്റ് ചില വേദഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. എന്താണ് ഈ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം? വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഏകീഭാവമാണ്. അതുമല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ക്രിസ്തുവിനോട് ചേരുന്ന, മരണത്തിൽ പങ്കാളികളാകുന്ന ഒരു അനുഭവം, അതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിജയകരമായ ക്രിസ്തീയ ജീവിതം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമായി തീരുന്നത് നാം ക്രിസ്തുവിനോട് ഏകീഭവിച്ച്, ക്രിസ്തുവിനോട് പങ്കാളിയായി, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മളല്ല യഥാർത്ഥത്തിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ വിജയം സാധ്യമായി തീരുന്നത്. നമ്മളാണ് വിജയിക്കുന്നതെങ്കിൽ നമുക്ക് പ്രശംസിക്കാൻ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോൾ നമ്മുടെ പ്രശംസാ വിഷയം യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ് എന്നുള്ളത് കൊണ്ട് ആ ക്രൂശിലൂടെയാണ് നമ്മുടെ വിജയം സാധ്യമായി തീരുന്നത്. അതിനുവേണ്ടി നാം അറിഞ്ഞിരിക്കേണ്ട 3 ആത്മീക സത്യങ്ങൾ ഇന്ന് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കും. അത്രയും പറയാനേ ഇന്ന് എനിക്ക് സമയം കിട്ടുകയുള്ളൂ. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് നാം അറിഞ്ഞിരിക്കേണ്ട 3 സത്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്,
സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നാം അറിഞ്ഞിരിക്കേണ്ട 3 സത്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ 3 ആത്മീക സത്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ഈ 3 ആത്മീക സത്യങ്ങൾ? ഒന്നാമത്തെ ആത്മീക സത്യം, യു ആർ ഡെഡ് ടു സിൻ ആൻഡ് എലൈവ് ടു ഗോഡ്. നാം പാപസംബന്ധമായി മരിച്ചവരും ദൈവത്തിന് ജീവിക്കുന്നവരുമാണ്. നാം കഴിഞ്ഞ വാക്യത്തിൽ കണ്ടത് ഓർക്കുന്നുണ്ടോ? 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ എന്നാണ് അവിടെ വായിച്ചത്. യേശുക്രിസ്തുവിനോട് ചേർന്ന ആ സ്നാനം ഏതാണ്? അത് പരിശുദ്ധാത്മ സ്നാനമാണ്. ഒരു വ്യക്തി യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റു. എനിക്കത് വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും ഒറ്റ വാചകത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിശുദ്ധാത്മ സ്നാനം നാം പ്രാപിക്കുന്നത് രക്ഷിക്കപ്പെട്ട സമയത്താണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ സഭയോട് ചേർക്കുമ്പോൾ നമ്മൾ ആ സഭ എന്ന ശരീരത്തിന്റെ ഭാഗമായി തീരുകയാണ്. 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനാൽ ആ സ്നാനത്താൽ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ലാതെ ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം നാം സഭയാകുന്ന ശരീരത്തിന്റെ ഭാഗമായ ആ പരിശുദ്ധാത്മ സ്നാനം, ആ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. ഞാനതൊന്ന് ഒരു വാക്കുകൂടെ ചേർത്ത് പറയട്ടെ. ആ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ നാം ലോകത്തിന്റെ മുമ്പിൽ, ഇവിടെ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശു ക്രിസ്തുവിന്റെ പക്ഷത്തേക്ക് ചേരുക എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ജലസ്നാനം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ സ്നാനത്തെ കുറിച്ച് പറയുന്ന സാദൃശ്യം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒരു സാദൃശ്യമായി യേശു ക്രിസ്തുവിനോട് ചേരുന്ന ഒരാത്മീക അനുഭവത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്നു. എന്നാൽ അങ്ങനെ സഭയോട് ചേർന്ന ആ വ്യക്തി ജലസ്നാനത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു വന്നതിന് ശേഷം ഒരു ദൈവ പൈതൽ 3 ആത്മീക സത്യങ്ങൾ വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 ആത്മീക സത്യങ്ങൾ? 1, നാം പാപസംബന്ധമായി മരിച്ചവരും ദൈവത്തിന് ജീവിക്കുന്നവരുമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളും വിശ്വസിക്കുവാനായിട്ടിടയായി തീരണം. എപ്പോഴാണ് നാം പാപസംബന്ധമായി മരിച്ചവരായി തീർന്നത്? നാം പാപസംബന്ധമായി മരിച്ചവരായി തീരുന്നത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ നാമും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഒന്നാമത്തെ ആത്മീക സത്യം, നാം പാപസംബന്ധമായി മരിച്ചവരും ദൈവത്തിന് ജീവിക്കുന്നവരും എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴാണ് നമ്മൾ പാപസംബന്ധമായി മരിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴാണ് എന്നാണ്. എന്നാൽ അത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവശാസ്ത്രത്തിന് യോജിക്കുന്നതല്ല. കാരണം നാം രക്ഷിക്കപ്പെട്ടപ്പോഴാണ് നാം പാപസംബന്ധമായി മരിച്ചതെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പാപത്തിന്റെ പരിഹാരം നാം പാപസംബന്ധമായി മരിച്ചതുകൊണ്ടാണ് സാധ്യമായി തീർന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ നാമും മരിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വന്നത്. നമുക്കറിയാമല്ലോ, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നാണ്.
അപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം നമുക്ക് ബാധകമായി തീർന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെയാണ്. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ യേശുവിനോട് കൂടെ നാമും മരിച്ചു. നമുക്കറിയാം, ആദാം ചെയ്തതായ പാപത്തിന്റെ ഫലം, ആ പാപത്തെ നമ്മുടെ മേലും കണക്കിട്ടിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം നമ്മുടെ പേരിലും കണക്കിടുന്നുണ്ട്. അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പാപസംബന്ധമായി മരിച്ചവരെന്നും ഈ ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നമ്മൾ അങ്ങനെ കൗണ്ട് ചെയ്യണം, നമ്മൾ കണക്കിടണം. ഒന്ന്, പാപസംബന്ധമായി മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നമ്മെ തന്നെ എണ്ണണം. നമ്മുടെ ഈ ഹൈന്ദവ സമൂഹത്തിലുള്ള ഒരു സിസ്റ്റമാണ് പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തി അവൻ ഹൈന്ദവ വിശ്വാസം വിട്ട് ക്രിസ്തു മതത്തെ സ്വീകരിച്ചാൽ ചില ഉയർന്ന കുടുംബങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന ഒരു കർമ്മമാണ് പടിയടച്ച് പിണ്ടം വയ്ക്കുക. എന്താണ് ഈ പടിയടച്ച് പിണ്ടം വെച്ചാൽ സംഭവിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? പടിയടച്ച് പിണ്ടം വെച്ചാൽ ആ വ്യക്തിയെ മരിച്ചതായി കണക്കിടും. അങ്ങനെ മരിച്ചതായി കണക്കിട്ടാൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി മരിച്ചുപോയി. പക്ഷെ ആ വ്യക്തി ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ പറയും, ഇപ്പോഴാണ് ആ വ്യക്തിക്ക് ജീവൻ ഉണ്ടായത്, ഇപ്പോഴാണ് ആ വ്യക്തി നമ്മോടുള്ള ബന്ധത്തിൽ ആ വ്യക്തി ജീവിക്കുകയാണ്. പക്ഷെ ആ കുടുംബത്തിലോ, ആ കുടുംബത്തിൽ ആ വ്യക്തി മരിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഒരു മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ ആ അപ്പൻ പറയുന്ന ഒരു കാര്യം എന്താണ്? എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ ജീവിക്കുന്നു. അതെ, ഒരിക്കൽ അവൻ മരിച്ച അവസ്ഥയിലായിരുന്നു. പിതാവിന്റെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ അവൻ ജീവിച്ചവനായി. ഒരിക്കൽ അവന് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ മരിച്ചവനായിരുന്നു. എന്നാൽ ക്രിസ്തു യേശുവിലേക്ക് വന്നപ്പോൾ അവൻ ദൈവത്തിന് ജീവിക്കുന്നവനായി തീരുകയാണ്. അതാണ് നാം പാപസംബന്ധമായി മരിച്ചവരാണെന്നും ദൈവത്തിന് ജീവിക്കുന്നവരാണെന്നും ഉള്ളതായിരിക്കുന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ ആശയം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപത്തോടുള്ള ബന്ധത്തിൽ നാം മരിച്ച അനുഭവത്തിലാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ജീവിക്കുന്നവരാണ് എന്ന് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, നമുക്കുണ്ടായിരുന്ന ഒരു പാപ സംബന്ധമായ പാസ്പോർട്ട് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ആ രാജ്യത്തേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ, അതാണ് പാപസംബന്ധമായി മരിച്ചവരും ദൈവത്തിന് ജീവിക്കുന്നവരും എന്ന ആത്മീക സത്യത്തെ ഞാനും നിങ്ങളും അംഗീകരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. രണ്ടാമത്തെ ആത്മീക സത്യം നാം അംഗീകരിക്കേണ്ടത്, പാപത്തിന്റെ ശക്തി നമ്മുടെ മേൽ തകർക്കപ്പെട്ടു. സിൻസ് പവർ ഈസ് ബ്രോക്കൺ, നോട്ട് ജസ്റ്റ് ഫോർഗിവൺ. നമ്മുടെ പാപം കേവലം ക്ഷമിക്കപ്പെടുക മാത്രമല്ല, പാപത്തിന് നമ്മുടെ മേലുള്ളതായ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു പാപക്ഷമ കിട്ടി എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ശരിയാണ്, നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടു. പക്ഷേ അവിടെ പാപം ക്ഷമിക്കപ്പെടുക മാത്രമല്ല, പാപത്തിന് നമ്മുടെ മേലുണ്ടായിരുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ഒരു ഗ്രിപ്പ്. ഞാൻ ആ ഗ്രിപ്പ് എന്നുള്ള വാക്കാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിടിച്ചാൽ പിടുത്തം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ വഴുതി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ മേൽ ഈ പാപത്തിന് വലിയ സ്വാധീനമായിരുന്നു. പാപത്തിന് നമ്മുടെ മേൽ ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ പാപത്തിന് നമ്മളെ പിടിച്ചാൽ പിടുത്തം കിട്ടാതെ വണ്ണം അതിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു പോയി. ഒരു മുറിയിൽ ഇങ്ങനെ വളരെ ശക്തിയുള്ളൊരു ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് ആ മുറിക്കകത്തുണ്ടായിരുന്ന പേപ്പറുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുക.
ആരോ ഒരാൾ ആ മുറിയിലേക്ക് കയറി വന്നേച്ച് ആ ഫാനിന്റെ പ്ലഗ് ഊരിയിട്ടു. ഒറ്റ സെക്കൻഡിൽ ഫാനിന് കിട്ടിക്കൊണ്ടിരുന്ന ആ പവർ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഫാൻ സ്പീഡ് കുറഞ്ഞു വരികയാണ്. അത് ചില സെക്കൻഡുകൾക്കകം പൂർണ്ണമായും നിശ്ചലമാകും. ഇതാണ് പാപത്തിന്റെ ശക്തി തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന ആശയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ആത്മീക സത്യം, സിൻസ് പവർ ഈസ് ബ്രോക്കൺ. പാപത്തിന് നമ്മുടെ മേലുള്ള ആ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. നാം ക്രിസ്തുവിലേക്ക് വരുമ്പോൾ പാപത്തിന്റെ പവർ സോഴ്സ് അൺപ്ലഗ് ചെയ്യപ്പെട്ടു. ഇപ്പോഴും പ്രലോഭനങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു സമയത്ത് അത് പൂർണ്ണമായും നിശ്ചലമാകുമെന്നുള്ള കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. എന്നാൽ നമുക്ക് പലപ്പോഴും പറയും, അയ്യോ എനിക്ക് ഇപ്പോഴും പ്രയാസമാണ്, ഈ പാപത്തെ ജയിക്കാൻ പ്രയാസമാണെന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം ഇപ്പോഴും ആ ഫാൻ പൂർണ്ണമായും നിശ്ചലമായിട്ടില്ല. ഈ ആനയൊക്കെ വളർത്തുമ്പോ കുട്ടിയാനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കുണ്ട്. കുട്ടിയാനയെ ചങ്ങലയില് ബന്ധിച്ചിടും. ഈ കുട്ടിയാനയെ ആനക്കുട്ടിയെ ചങ്ങലയിൽ ഇങ്ങനെ ബന്ധിച്ചാണ് അതിനെ വളർത്തുന്നത്. എന്നാൽ ഇത് പ്രായമായി കഴിഞ്ഞാൽ ഒരു ചെറിയ ചങ്ങല കൊണ്ട് കെട്ടിയാൽ പോലും അത് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കില്ല, മതമിളകുന്നത് വരെ. കാര്യം എന്താണെന്നറിയാവോ? ഇതിന്റെ ചിന്ത, ചെറുപ്പത്തിൽ ഇതിന്റെ കാലയിൽ ഒരു ചങ്ങല ഉണ്ടായിരുന്നു, അത് അന്ന് വലിച്ചു പൊട്ടിക്കാനൊക്കെ പല പ്രാവശ്യം ശ്രമിച്ചു, പറ്റിയില്ല. അപ്പൊ ഇനി വലിച്ചാലും പൊട്ടില്ലെന്നാണ്, ഇത് ശക്തമായി തീർന്നാൽ ഇതിന്റെ ചിന്ത. അതുകൊണ്ട് ഒരു ചെറിയ ചങ്ങലയാണ് കാലേ കിടക്കുന്നതെങ്കിലും അത് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കില്ല. കാരണം പണ്ട് ഇത് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ലല്ലോ. ഇന്ന് ദൈവമക്കളായ നമുക്ക് പറ്റുന്ന ഒരു വലിയ പ്രശ്നം, നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ആ പഴയ ഓർമ്മയിലാ ജീവിക്കുന്നു. ഈ പാപത്തെ എനിക്ക് ജയിക്കാൻ പ്രയാസമാണ്, ഇത് എന്റെ ജീവിതത്തിന് ഒരു ബലഹീനതയാ, ഇതിനെ മറികടക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് അത് സഹായിക്കുകയില്ല. നേരെ മറിച്ച് നാം ഏറ്റുപറയേണ്ടത് സിൻസ് പവർ ഈസ് ബ്രോക്കൺ. പാപത്തിന്റെ ശക്തി തകർന്നിരിക്കുകയാണ്. എന്റെ മേലുള്ള സ്വാധീനം പാപത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്ന്, പാപസംബന്ധമായി മരിച്ചവരും ദൈവത്തിന് ജീവിക്കുന്നവരും. രണ്ട്, പാപത്തിന്റെ ശക്തി തകർക്കപ്പെട്ടു, ക്ഷമിക്കപ്പെടുക മാത്രമല്ല. മൂന്ന്, ക്രൈസ്റ്റ് വിക്ടറി ഓവർ സിൻ ആൻഡ് ഡെത്ത് ഈസ് യുവർ വിക്ടറി. യേശുക്രിസ്തു ക്രൂശിന്മേൽ ജയം കൊണ്ടാടിയെങ്കിൽ നാമും യേശുവിനോടുകൂടെ ജയിച്ചവരാണ്. വി ആർ നോട്ട് ട്രൈങ് ടു ബി വിക്ടോറിയസ്. നാം വിജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. ക്രിസ്തു പാപത്തിന്മേലും മരണത്തിന്മേലും ജയിച്ചപ്പോൾ ക്രിസ്തുവിനോടുകൂടെ നാമും ജയിച്ചു. ഇതാണ് മൂന്നാമതായി നാം ഏറ്റുപറയേണ്ട, വിശ്വസിക്കേണ്ട ആത്മീക സത്യം. ക്രൈസ്റ്റ് വിക്ടറി ഓവർ സിൻ ആൻഡ് ഡെത്ത് ഈസ് യുവർ വിക്ടറി, മൈ വിക്ടറി, എന്റെ ജയമാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, ജയിച്ചു, പാപത്തെ ജയിച്ചു, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കും. അതുകൊണ്ട് ഞാനും ജയിച്ചവനാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അവൻ മരിച്ചപ്പോൾ അവനോടുകൂടെ നമ്മിലെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴോ അങ്ങനെ നാം അവനോടുകൂടെ മരിച്ചത് കൊണ്ട് നാം എന്ത് ചെയ്തു കഴിഞ്ഞു? പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. ഇന്ന് നമ്മൾ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലാണ്.
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ദാവീദിന്റെയും ഗോല്യാത്തിന്റെയും ചരിത്രം എല്ലാം അറിയാം. ദാവീദ് ഗോല്യാത്തിനെ തോൽപ്പിച്ചപ്പോൾ ദാവീദ് മാത്രമല്ല ജയിച്ചത്, ദാവീദിലൂടെ സകല ഇസ്രായേലും ജയിച്ചു കഴിഞ്ഞു. എല്ലാ ഇസ്രായേൽ ജനതയും ജയിച്ചു കഴിഞ്ഞു. ആ ഇസ്രായേൽ ജയിച്ചത് കൊണ്ട് ഇസ്രായേൽ ജയിച്ചതുപോലെ യേശു ക്രിസ്തു ജയിച്ചപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന നാം എല്ലാവരും ജയിച്ചവരാണ്. ജീസസ് ഈസ് അവർ ചാമ്പ്യൻ. ദാവീദ് ചാമ്പ്യൻ ആയതുപോലെ നമ്മളും യേശുവിനോട് കൂടെ ചാമ്പ്യൻസ് ആയി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുവിനോട് കൂടെ നമ്മളും ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മൾക്ക് ജയം കിട്ടിയത് ഞാൻ പരിശ്രമിച്ചു എനിക്ക് ജയം കിട്ടിയെന്നല്ല. തിരുവചനം പറയുന്നത് ഞാൻ പരിശ്രമിച്ച് ജയിച്ചെന്നല്ല, നേരെ മറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് നാം ജയം കൊണ്ടാടുന്നത്. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ പാപസംബന്ധമായി മരിച്ചവനും ദൈവത്തിന് ജീവിക്കുന്നവരുമാണ്. പാപം ക്ഷമിക്കപ്പെട്ടവൻ മാത്രമല്ല, പാപത്തിന്റെ ശക്തി, ഗ്രിപ്പ് എന്റെ മേൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പാപം എന്നെ പിടിക്കാൻ നോക്കുമ്പോൾ എന്റെ മേൽ ക്രിസ്തുവിന്റെ ഒരു ഗ്രീസ് ഉണ്ട്. പാപത്തെ ജയിക്കാനുള്ള, പാപത്തിന്റെ ആ പിടുത്തം എന്നിൽ കിട്ടാതെ വണ്ണം ഞാൻ ജയിച്ചവനാണ്. 3, ക്രിസ്തുവിനോട് കൂടെ ഞാനും പാപത്തെയും മരണത്തെയും ജയിച്ചിരിക്കുന്നു. ഈ വലിയ ആത്മീക സത്യം ഞാനും നിങ്ങളും ഉൾക്കൊള്ളണം. 2 കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്റ്റോപ്പ് ഐഡന്റിഫൈങ് വിത്ത് യുവർ ഓൾഡ് നേച്ചർ. ഇനി നമ്മൾ പറയേണ്ട കാര്യം എന്നാന്നറിയാമോ? ഞാൻ ആ പഴയ മനുഷ്യനല്ല എന്നുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. സ്റ്റാർട്ട് ലിവിങ് ഫ്രം യുവർ ന്യൂ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. പഴയ മനുഷ്യനല്ല എന്ന് പറയുകയും ഞാൻ പുതിയ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. ഇതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് തന്നെ പറയണം. ഞാൻ ഈ പട്ടത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് തന്നെ പറയുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. ആ പഴയ പോലെ അല്ല, കുറച്ചുകൂടെ കെയർഫുൾ ആകണം. ഞാൻ തന്നെ എന്റെ ശരീരത്തിൽ കിടക്കുന്ന ഈ കുപ്പായത്തിലേക്ക് നോക്കി വെച്ച് പറയും, ഓർക്കണേ, ഒരു സഭ ശുശ്രൂഷയ്ക്കായിട്ട് അയച്ചതാണേ. ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും. സ്വർഗം നമ്മളെ ഓരോരുത്തരെയും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇന്ന് ജീവിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയായ, ഒരു പുതിയ വ്യക്തിയായ ബേസിൽ ജോർജ് ആണെന്ന് എണ്ണിക്കൊണ്ട് ഞാൻ ജീവിക്കാൻ തിരുവചനം നമ്മോട് പറയുന്നു. സ്റ്റോപ്പ് ഐഡന്റിഫൈങ് വിത്ത് യുവർ ഓൾഡ് നേച്ചർ, സ്റ്റാർട്ട് ലിവിങ് ഫ്രം യുവർ ന്യൂ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ഒരു കൊച്ചു ഇല്ലസ്ട്രേഷൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജോ എന്ന് പേരുള്ള ഒരു വ്യക്തി, ഞാനിതൊരു കാർട്ടൂൺ ആണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഒരു ഡെലിവറി ബോയ് വരികയാണ്. പാപമെന്നാണ് ആ ഡെലിവറി ആയിട്ട് കാണിക്കുന്നത്. പാപത്തിന്റെ ഒരു പാക്കേജ് ഡെലിവറി ചെയ്യുകയാണ്. പാപത്തിന്റെ പാക്കേജ് ഡെലിവറി ചെയ്യുമ്പോൾ ആ ഡെലിവറി ബോയ് പറയുന്നത്, ഐ ഹാവ് എ പാക്കേജ് ഫോർ മിസ്റ്റർ ജോ സിന്നർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോ സിന്നർ, പാപിയായ ജോയ്ക്ക് ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോ ഈ ജോ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ വീടിന്റെ മുൻവശത്ത് ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോ സാങ്ക്ടിഫൈഡ് എന്നാണ്. രക്ഷിക്കപ്പെട്ട, വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്ന ജോ.
അങ്ങനെയാണ് വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ വീടിന്റെ മുൻവശത്ത് ഒരു ശവകുടീരത്തിന്റെ മുമ്പിൽ വെക്കുന്ന പോലത്തെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലിൽ എഴുതിയിട്ടുണ്ട് ജോ സിന്നർ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ജോ സാങ്ക്ടിഫൈഡിന്, ജോ വിശുദ്ധീകരിക്കപ്പെട്ട ജോയ്ക്ക് ഒരു പാക്കറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്: അയ്യോ, ജോ സിന്നർ മരിച്ചു പോയല്ലോ. അദ്ദേഹം വേറെ അഡ്രസ് ഒന്നും തരാതെയാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. എന്റെ പേര് ജോ സാങ്ക്ടിഫൈഡ്, രക്ഷിക്കപ്പെട്ട ജോ എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഈ പാക്കറ്റ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മൾ നമ്മളെ തന്നെ എണ്ണേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആ പഴയ ബേസിൽ ജോർജ് അല്ല, ഞാൻ ആ പഴയ മത്തായി സാർ അല്ല, ഞാൻ ആ പഴയ വർഗീസ് സാർ അല്ല, ഞാൻ ആ പഴയ നെൽസൺ അല്ല, ഞാൻ ആ പഴയ വ്യക്തിയല്ല. ഞാൻ എംബ്രേസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ: 1, പാപസംബന്ധമായി മരിച്ചവരും ദൈവത്തിന് ജീവിക്കുന്നവരും; 2, പാപത്തിന് എന്റെ മേലുള്ള ശക്തി നഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിക്കരുത് പാപം ഇപ്പോഴും സ്ട്രോങ് ആണെന്ന്. നമ്മളോടുള്ള ബന്ധത്തിൽ sin is not so strong like that. 3, ക്രിസ്തുവിലൂടെ ഞാൻ ജയം പ്രാപിച്ച വ്യക്തിയാണ്. ആ പഴയ വ്യക്തി എന്നുള്ളതല്ല എംബ്രേസ് ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളോട് പറയണം, ഞാനൊരു വിശുദ്ധനാണെന്ന് എംബ്രേസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു വിശുദ്ധനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഏറ്റുപറ. ഇത് നമ്മുടെ ജീവിതത്തിൽ പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റും. രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദനാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപത്തോടുള്ള നമ്മുടെ മനോഭാവം തന്നെ മാറും. ഇവിടെയാണ് ഈ 3 ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെയാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുവാനായിട്ടിടയായി തീരുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഈ 3 ആത്മീക സത്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പുതിയ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് പറഞ്ഞത്. പക്ഷെ ഈ 3 കാര്യങ്ങൾ ആവർത്തിച്ച് ഉരുവിടുവാൻ, ഏറ്റുപറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഈ 3 ആത്മീക സത്യങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവർക്കും വിജയകരമായ ക്രിസ്തീയ ജീവൻ നയിപ്പാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ.